ഹലോ ഗൈസ്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനൊരു വെഡിങ് ആനിവേഴ്സറി. ഓഗസ്റ്റ് 23 ആയിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അമ്മൻ്റെയും മാമൻ്റെയും വെഡിങ് ഡേറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ ഈ വെഡിങ് ആനിവേഴ്സറി മറക്കല കേട്ടോ. കാരണം മാമനും അമ്മയും എല്ലാ വെഡിങ് ആനിവേഴ്സറിയും കേക്കൊക്കെ മുറിക്കലുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ അധികം വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ല. പക്ഷേ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയ്ക്ക് ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മറക്കാത്ത രീതിയിൽ ആഘോഷിക്കണമെന്ന്. പക്ഷേ അത് അമ്മ മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് മാമൻ്റെയും അമ്മേൻ്റെയൊക്കെ വെഡിങ് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്സപ്പ് നോക്കുന്നുണ്ട്, ആരെങ്കിലും ഇന്നത് വെക്കുന്നുണ്ടോ ഞങ്ങളത് വെക്കുന്നുണ്ടോ വെച്ചിട്ട്. അങ്ങനെ ആരും വിഷ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടോ. ഇതൊക്കെ ഒരു പ്ലാനായിരുന്നേ. അമ്മ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. കാരണം മാമനും അമ്മായി ഇങ്ങനെ ഫോട്ടോസൊക്കെ വിടുമ്പോൾ കേക്ക് മുറിക്കണതും അവർ പുറത്ത് പോയി ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. പക്ഷെ അമ്മ ആ ഫോട്ടോ ഞങ്ങളോടൊന്നും ഷെയർ ചെയ്തില്ല. കാരണം ഞങ്ങൾ അറിഞ്ഞിട്ട് ഓര് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുക വെച്ചിട്ട് അമ്മ ഭയങ്കരമായിട്ടൊരു ഇത് കാണിച്ച് നിൽക്കുകയാണേ. അതിനിടയ്ക്കായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ വന്നപ്പോൾ അമ്മ അച്ഛനോട് പറയും ചെയ്ത് മക്കളൊന്നും പോരാന്ന് മെല്ലെ എന്ന് പറയും ചെയ്ത്. അതുകൊണ്ടായിരിക്കും അച്ഛനും അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് അമ്മനെ കോഴിക്കോട്ടേക്ക് ബീച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ അച്ഛൻ എടുത്തത്. അങ്ങനെ അമ്മ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കുന്ന സമയത്തോട്ടോ ഈ ഒരു സർപ്രൈസ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ അമ്മ കരഞ്ഞു തന്നെ പറയാം, ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. വിവേകിന് ഓഫീസ് ട്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സമയത്തോടെ എത്താൻ പറ്റില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഏട്ടന്മാർക്കും എൻ്റെ നാത്തൂന്മാർക്കും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളുള്ളത്. ഈ ഒരു സർപ്രൈസ് കിട്ടിയ സന്തോഷത്തിൽ ഇനി ഞാൻ കോഴിക്കോട്ടേക്ക് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പം അച്ഛൻ പറഞ്ഞു ഏതായാലും മാറ്റിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞേ. അങ്ങനെ അവർ കോഴിക്കോട്ടേക്കും പോയേ. അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് പിറ്റേ ദിവസം മക്കൾക്ക് എല്ലാവർക്കും ട്രീറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ട്രീറ്റിന് എനിക്ക് പോകാൻ പറ്റിട്ടോ. അപ്പോൾ കൈയും വീശി പോകാതെ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ട്രെൻഡ്സിലാണ് കയറിയത്. അവിടെയാണെങ്കിൽ നമുക്ക് കണ്ട സാധനം എടുക്കാമല്ലോ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് പോയിട്ട് അത് എടുത്തോട്ടെ എന്ന് പറയണ്ടല്ലോ. ഞാൻ അമ്മയ്ക്കൊരു ടോപ്പും അച്ഛക്കൊരു ഷർട്ടും ആയിട്ടാ വാങ്ങിച്ചേ. അച്ഛനും അമ്മയും ഇപ്പം ഇട്ടിരിക്കുന്നത് വെഡിങ് ആനിവേഴ്സറിക്ക് വല്യേട്ടനും ശ്രീയും കൊടുത്ത ഡ്രസ്സാണ്. ഉള്ളിൽ ഭയങ്കര ഹാപ്പി ഉള്ളതുകൊണ്ടാവും അമ്മ ഭയങ്കര സുന്ദരിയുണ്ടോ ഈ ഒരു ഡ്രസ്സിൽ. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹം ഉണ്ടോ എല്ലാവരും കൂടി ഒരു അമ്പല ദർശനം നടത്തണമെന്ന്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടി അമ്പലത്തേക്ക് പോയപ്പോൾ വിവേകം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തോ എല്ലാവരും കിട്ടി, പക്ഷെ അമ്പലത്തേക്ക് ഇല്ലാന്ന് മാത്രം. നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളി ഞാൻ കേട്ടോ അച്ഛൻ്റെ ഓർഡർ. അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം വല്യേട്ടനും ചേട്ടനോട് എന്തൊക്കെയോ ഓർഡർ കൊടുത്തത്. മക്കളേറ്റിനൊക്കെ പോയാൽ ഭയങ്കര റിസ്ക് ആയിരിക്കുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രീറ്റിന് പോകണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമാകുമെന്ന്. ഭക്ഷണം കഴിയുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലിൻ്റെ കൂടെ കുറച്ച് ഇരിക്കാനുള്ള ഭയങ്കര സംഭവമാണ്. വീട്ടിൽ പലർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫാമിലി എല്ലാവരും കൂടിയുള്ള സമയങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോയി വന്നിട്ടോ. നമ്മളങ്ങനെ ഒരുപാടൊന്നും ഓർഡർ ആക്കിയിട്ടില്ല. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും വേണമെങ്കിൽ ഇനിയും ഓർഡർ ആക്കാനുള്ള പ്ലാനിലുണ്ട്. കാരണം നമ്മൾ കഴിച്ചില്ലെങ്കിൽ വെറുതെ ഭക്ഷണം വേസ്റ്റ് ആക്കേണ്ടുള്ള ഇതിൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും ഫാമിലി ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. ഈ ഒരു സമയത്ത് മറ്റാരെക്കാളും ഹാപ്പി എൻ്റെ അമ്മയും അച്ഛനെയാണ് കേട്ടോ. ഒരു പ്രത്യേക സന്തോഷം, ഒരു ഹാപ്പിനെസ് ഞാൻ അവരുടെ മുഖത്ത് കണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അച്ഛൻ്റെയും അമ്മൻ്റെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി അമ്മ വിചാരിച്ച പോലെ തന്നെ അവരൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഇതുവരെ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നിട്ടുള്ള അച്ഛൻ്റെ അമ്മയ്ക്കും ഞങ്ങൾ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണം, അത് ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഇറ്റ്സ് മിസ്സാനി. ബൈ.